ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ മേലാത്ത തരത്തിലാണ് സ്വർണ്ണവില ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കുറയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഉച്ച കഴിഞ്ഞോടുകൂടി 1 ഗ്രാമിന് 50 രൂപയോളം വർദ്ധിച്ച് 400 രൂപയുടെ വർധനവ് പവന് ഉണ്ടാവുന്നത്. പക്ഷെ ഇങ്ങനെ ഈ ഒരു വേരിയേഷൻ ഉണ്ടാവുമ്പോഴും വ്യാപാരത്തെ ഇത് ഒരു തരത്തിലും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കൊരു മൂവ്മെന്റ് കാണുന്നില്ല. വ്യാപാരം മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇങ്ങനെ ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും ഒരു ദിവസം തന്നെ 1-2 പ്രാവശ്യം വിലയിൽ വ്യത്യാസം വരുന്നത് ആളുകളിൽ വീണ്ടും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനും കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾ ജ്വല്ലറിയിലേക്ക് എത്താൻ മടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ 2026 വീണ്ടും ഇതിലും ഉയർന്ന ഒരു തരത്തിലേക്ക് വില പോകുന്നതിനുള്ളൊരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ ഒരു മാറ്റം സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു പക്ഷേ സ്വർണ്ണവില മാത്രമായിട്ട് കടന്നേക്കാനൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഇനിയും വരുന്ന ഡിസംബർ ജനുവരിയൊക്കെ അല്ലെങ്കിൽ ആ സമയത്തേക്കൊക്കെ അടുത്ത വർഷത്തേക്ക് സ്വർണം വാങ്ങാതിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോ ബുക്കിംഗ് ചെയ്യുകയോ ഇപ്പോ വാങ്ങുകയോ ചെയ്യാനായിട്ട് പറ്റിയൊരു സമയമായിട്ടാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിലേക്കൊക്കെ അടുത്തേക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ജനുവരിയോടൊക്കെ അടുക്കുമ്പോൾ ഈ സ്വർണത്തിന് വില താഴ്ന്നേക്കാം എന്നുള്ളൊരു അഭ്യൂഹമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ചർച്ചകളും അങ്ങനെയൊക്കെ പുരോഗമിച്ചിരുന്നു. എന്നാൽ അതിനൊരു സാധ്യത ഇല്ലെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഈ ഒരു സ്വർണ്ണവില ഇങ്ങനെ പോകുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇരുട്ടടിയിലേക്ക് പോവുകയല്ലേ? ഈ ഡിസംബർ മാസത്തിൽ ഈ ക്രിസ്മസ് വിപണിയൊക്കെ സജീവമാകുമ്പോൾ ഈ സ്വർണത്തിന് വില കൂടാനുള്ള ഒരു സാഹചര്യം കൂടെയാണോ? ആളുകൾക്ക് സാധാരണ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 മാസമായി ഈ സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് ശരിക്കും ഒരു ഇരുട്ടടി തന്നെയാണ്. സാധാരണക്കാരായ ആളുകൾ അവർക്ക് സ്വർണം വാങ്ങണമെങ്കിൽ ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ 28 അല്ലെങ്കിൽ മാമോദിസ ചടങ്ങുകളൊക്കെ നടത്തണമെങ്കിൽ അവർക്ക് സ്വർണം ആവശ്യമായി വരും. അത്യാവശ്യത്തിനുള്ള സ്വർണം വാങ്ങണമെങ്കിൽ പോലും ഇന്ന് ഒരു പവൻ വാങ്ങണമെങ്കിൽ പോലും ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ രൂപ കൊടുത്തെങ്കിൽ മാത്രമേ വാങ്ങാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആളുകളെല്ലാം നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ നേരെ പകുതിയിലേക്കൊക്കെ സ്വർണം വാങ്ങുന്ന ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. നേരത്തെ 2 പവനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോ പരമാവധി 1 പവനിലൊക്കെ ഒതുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അവരൊക്കെ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള 2 ഗ്രാമിന്റെ മാലയും 2 ഗ്രാമിന്റെ കുട്ടികളുടെ കാലിലിടുന്ന തളയും അതുപോലെ തന്നെ 3 ഗ്രാമും 4 ഗ്രാമും ഒക്കെയുള്ള അരിഞ്ഞാണം ഒക്കെ ചോദിച്ച് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആളുകളുടെ പർച്ചേസിംഗ് പവർ വളരെ വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ളതിന്റെ വലിയൊരു ഇത് മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നതിന്റെ ഫലമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വലിയ വൻകിട ജ്വല്ലറികളിൽ പോലും നേരത്തെ ഒരു ഉത്സവ സീസണുകളൊക്കെ വരുമ്പോൾ അവർ വലിയ പരസ്യങ്ങളൊക്കെ നൽകി ഓഫറുകൾ നൽകി ആളുകളെ ആകർഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ആ വലിയ ഓഫറുകൾ നൽകിയിട്ടും ഈ പരസ്യങ്ങളൊക്കെ നൽകിയിട്ടും ഒരു തരത്തിലും ആളുകൾ പഴയ പോലെ തള്ളിക്കയറുന്ന ഒരു രീതി കാണുന്നില്ല. അതുപോലെ തന്നെ ഉത്സവ സീസണുകളിൽ പുതിയ ജ്വല്ലറികളുടെ ഉദ്ഘാടനങ്ങള് പല തരത്തില് പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ഭയങ്കരമായി പിന്നോക്കം പോവുകയാണ്. കാരണം ഇങ്ങനെ ഒരു വിലവർധന ഉണ്ടാകുമ്പോൾ സ്വർണം വാങ്ങേണ്ട ആളുകളെ സംബന്ധിച്ച് അവരെങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ രീതിയിൽ ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വാങ്ങും. അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു പ്രവണത കാണുന്നുമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിലെ പഠനങ്ങൾ പ്രകാരം 2026 ഇതിലും വളരെ കൂടിയ രീതിയിൽ ഏകദേശം ഒരു 5% മുതൽ 10% വരെ വർധനവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വിദഗ്ധർ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനൊരു എതിർവാദം എന്ന നിലയിൽ അടുത്ത വർഷത്തേക്ക് ഒരു പക്ഷേ വിലയിലൊരു ഇടിവ്, വലിയ തോതിലുള്ള ഇടിവല്ല, എന്നിരുന്നാൽ തന്നെയും വിലയിൽ ഒരു 10% തൊട്ട് 15% വരെയുള്ള ഒരു ഇടിവും പ്രവചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവചനങ്ങൾക്കും ഒരു കാര്യങ്ങൾക്കും ഇവിടെ ഒരു സ്ഥാനമില്ലാത്ത രീതിയിലാണ് സ്വർണ്ണവില പോകുന്നത്. അതുകൊണ്ട് നമുക്ക് 2026 എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യാപാരിക്കോ ഒരു വ്യവസായിക്കോ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രഡിക്ഷൻ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.